നമസ്കാരം. നാട്ടുവട്ടം വാർത്തകൾ. നാടിൻ്റെ നാവറിയാൻ, നേരറിയാൻ നാട്ടുവട്ടം വാർത്തകൾ നന്മയും നേരും ഈ വാർത്തയിലൂടെ പകരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളുടെ സമ്പൂർണ്ണ സഹകരണമുണ്ടെങ്കിൽ അത് വിജയിക്കും. ഇന്ന് പുതുവത്സരം നമ്മൾ ആരംഭിച്ചു. നാളെ ജനുവരി 2 അന്തർമുഖരുടെ ദിനമാണ്. ഒപ്പം ഇതിനോട് ചേർത്ത് ഞങ്ങൾ ഒരു പുതിയ പങ്ക്തി കൂടി ആരംഭിക്കുന്നു. കാൽപ്പാടുകൾ. നമുക്ക് അത് കാണാം, ശ്രദ്ധിക്കാം. നാളെ ജനുവരി 2 വേൾഡ് ഇൻട്രോവേർട്ട് ഡേ, അന്തർമുഖരുടെ ലോക ദിനമാണ്. കടലുണ്ടിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ആദ്യത്തെ തീവണ്ടി ഓടിത്തുടങ്ങിയ ദിവസം 1888 ഇത്. ചരിത്ര സംഭവങ്ങളുടെ സ്മാരകമായി ലോകത്തെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയ ദിവസം. അമേരിക്കയുടെ 16 കൊളംബിയൻ ഇഷ്യൂ സ്റ്റാമ്പുകൾ എന്നാണിത് അറിയപ്പെടുന്നത്. തിരുവനന്തപുരം ശ്രീചിത്ര മെഡിക്കൽ സെന്റർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി ഉയർത്തിയ ദിവസം. തെരുവു നാടക പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ സഫ്ദർ ഹഷ്മി ചരമദിനം. ലോകമെമ്പാടുമുള്ള അന്തർമുഖർക്ക് ജനുവരി 2 ലോക അന്തർമുഖ ദിനം ആഘോഷിക്കാൻ കഴിയും. കഴിഞ്ഞ വർഷത്തെ ഭയാനകമായ ആഘോഷങ്ങൾ അവസാനിക്കുന്നതിന് പിറ്റേന്ന് ഒടുവിൽ അവർക്ക് അവരുടെ സാമൂഹിക ബാറ്ററികൾ റീചാർജ് ചെയ്യാൻ കുറച്ച് സമാധാനവും ശാന്തതയും ലഭിക്കും. ലോകമെമ്പാടുമുള്ള നിരവധി അന്തർമുഖരെ ഒന്നായി മനസ്സിലാക്കാനുള്ള ഒരു ദിവസമായി ലോക അന്തർമുഖ ദിനം അംഗീകരിക്കപ്പെടുന്നു. ഒരു അവധിക്കാലം ഏറ്റവും നന്നായി ആഘോഷിച്ചു. അന്തർമുഖർ ശാന്തമായ ചുറ്റുപാടുകളും പരിമിതമായ സാമൂഹിക ഇടപെടലുകളും ഇഷ്ടപ്പെടുന്നു. സ്വന്തം കമ്പനിയിൽ ഏറ്റവും സന്തുഷ്ടരാണ്. പ്രശസ്ത ജർമ്മൻ മനഃശാസ്ത്രജ്ഞനും ഹാപ്പിലി ഇൻട്രോവേർട്ടഡ് എവർ ആഫ്റ്റർ എന്ന സ്വതന്ത്ര ഈ പുസ്തകത്തിന്റെ രചയിതാവുമായ ഫെലിസിറ്റാസ് ഹെയ്നാണ് ലോക അന്തർമുഖ ദിനത്തിന് ജീവൻ നൽകിയത്. 2011 സെപ്റ്റംബർ 20 ഹെയ്ൻ തന്റെ ഐ പേഴ്സോണിക് എന്ന വെബ്സൈറ്റിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു ലോക അന്തർമുഖ ദിനം എന്ന ദിനം ആവശ്യമാണ് എന്ന പേരിലൊരു ബ്ലോഗ് പോസ്റ്റ് എഴുതി. ഈ ലേഖനമാണ് ആദ്യത്തെ ലോക അന്തർമുഖ ദിനത്തിലേക്ക് നയിക്കുന്ന മുന്നേറ്റത്തിന് തുടക്കമിട്ടത്. അന്തർമുഖരുടെ വ്യക്തിതയിലേക്ക് ലോകത്തിന്റെ അവബോധം മൂർച്ച കൂട്ടേണ്ട സമയമാണിതെന്ന് അവർ ലേഖനത്തിൽ പറഞ്ഞു. അന്തർമുഖന്മാർ അവരുടെ ഏകാന്തത കാരണം അഭിമുഖീകരിക്കുന്ന വിവേചനങ്ങളിൽ ചിലത് അവർ ഉയർത്തിക്കാട്ടുകയും പൊതുസമൂഹം അന്തർമുഖരെ വിലമതിക്കാത്തതിൽ വിലപിക്കുകയും ചെയ്യുന്നു. ലോക അന്തർമുഖ ദിനം സൃഷ്ടിക്കുകയും ജനുവരി 2 ആഘോഷിക്കുകയും ചെയ്യണമെന്ന് ഹെയ്ൻ നിർദ്ദേശിച്ചു. കാരണം ലോകമെമ്പാടുമുള്ള അന്തർമുഖർ ക്രിസ്മസിൽ തുടങ്ങി പുതുവർഷത്തിൽ അവസാനിക്കുന്ന അവധിക്കാല മാരത്തണിന്റെ അവസാനത്തിൽ ഒരു കൂട്ടായ ആഴത്തിലുള്ള ശ്വാസം വലിച്ചെടുക്കുന്നതിനാൽ അവൾ തിരഞ്ഞെടുത്ത തീയതി. സൈക്യാട്രിസ്റ്റ് കാൾ ഗുസ്താവ് ജങ് ഒരു മനഃശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ അന്തർമുഖതയെ ഒരു ആശയമായി നിർവചിച്ച ആദ്യത്തെ ആളുകളിൽ ഒരാളാണ്. 1921 തന്റെ സൈക്കോളജിക്കൽ ടൈപ്സ് എന്ന പുസ്തകത്തിൽ ഓരോ മനുഷ്യനും 2 വിഭാഗങ്ങളിൽ പെടുന്നുവെന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. അന്തർമുഖൻ അല്ലെങ്കിൽ ബാഹ്യജീവി. അന്തർമുഖരെ പുരാതന ഗ്രീക്ക് ദൈവമായ അപ്പോളോയുമായി താരതമ്യം ചെയ്യുകയും ചെയ്തു. അന്തർമുഖർ പ്രതിഫലനം, സ്വപ്നം, ദർശനം എന്നിവയുടെ ആന്തരിക ലോകത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും ഇത് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ ചേരാൻ താല്പര്യമില്ലാത്തവരാക്കി മാറ്റുന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതിനുശേഷം കൂടുതൽ മനഃശാസ്ത്രജ്ഞർ അന്തർമുഖരെയും അന്തർമുഖരെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും സിദ്ധാന്തങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇല്ല, ആ കാൽപ്പാടുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അതിവിടെ തുടരുക തന്നെ ചെയ്യും. അമ്മ വേഷങ്ങളിലൂടെയും മറ്റും ശ്രദ്ധേയായ മലയാള ചലച്ചിത്ര താരമാണ് ഫിലോമിന. തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കര പുതിയ വീട്ടിൽ ദേവസിയുടെയും മറിയയുടെയും മകളായി 1926 ജനനം. PG ആന്റണിയുടെ നാടകങ്ങളിലൂടെ അഭിനയരംഗത്തെത്തിയ ഫിലോമിന 1964 M കൃഷ്ണൻ നായരുടെ കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് രംഗപ്രവേശനം നടത്തിയത്. 750ഓളം മലയാളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. 12 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. പിതാവിൻ്റെ മരണശേഷം ഉപജീവനത്തിനായി നാടകങ്ങളിൽ പാടാൻ തുടങ്ങി. അതിനുശേഷം സിനിമകളിൽ പാടാനും അഭിനയിക്കാനും തുടങ്ങി. മകൻ ജോസഫിന് 3 വയസ്സുള്ളപ്പോൾ അന്തരിച്ച നാടകനടനായ ആന്റണിയെ വിവാഹം കഴിച്ചു. ലൈംലൈറ്റിലേക്ക് വരുന്നതിന് മുമ്പ് 5 വർഷത്തിലധികം നാടകരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടവർ ധാരാളം അനുഭവങ്ങൾ നേടി.
1964 കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിൽ അഭിനയിച്ചത്. TE വാസുദേവൻ നിർമ്മിച്ച് M കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ ചിത്രം വൻ വിജയവുമായിരുന്നു. അഭിനയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ച PJ ആന്റണി എന്ന നാടക സംഘത്തെ അവർ എപ്പോഴും ഓർക്കുന്നു. തൻ്റെ കരിയറിൽ 750-ലധികം സിനിമകളും TV സീരിയലുകളും അവർ ചെയ്തു. അവ പ്രേക്ഷകർ വലിയ പ്രശംസയോടെ സ്വീകരിച്ചു. 1970-ൽ തുരക്കത്താവത്തിൽ, ഓളവും തീരവും എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് സഹനടിക്കുള്ള സംസ്ഥാന അവാർഡുകൾ ലഭിച്ചു. നിരവധി നിരൂപകരിൽ നിന്നും ആരാധകരിൽ നിന്നും അവർ പ്രശംസകൾ നേടി. തുടർന്ന് 1987-ൽ തനിയാവർത്തനം എന്ന ചിത്രത്തിലെ അഭിനയത്തിനൊരു അവാർഡും ലഭിച്ചു. മകനു ശേഷം ഒരു അമ്മയായി അവർ തൻ്റെ കരിയർ ആരംഭിച്ചു. അത് മരണം വരെ തുടർന്നു. അവർ എല്ലായ്പ്പോഴും കരുതലുള്ള ഒരു അമ്മയായിരുന്നു. കുഞ്ഞിന് അനുയോജ്യമായത് എന്താണെന്ന് അവർക്കറിയാമായിരുന്നു. കരിയറിൽ നിന്ന് ഇടവേളയെടുത്ത് ഭരതൻ, പത്മരാജൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് താരം തിരിച്ചെത്തിയത്. സത്യനന്ദിക്കാട് ഒരു ഹാസ്യവേഷം ചെയ്യാനുള്ള സാധ്യത കണ്ട മദൻമാർ ലണ്ടനിൽ എന്ന ചിത്രത്തിലാണ് ആദ്യമായി ഹാസ്യവേഷത്തിൽ അഭിനയിച്ചത്. കരിയറിന് ശേഷം ഫിലോമിന വിട്ടുമാറാത്ത പ്രമേഹം ബാധിച്ചിരുന്നു. കൊച്ചിയിലെ ഒരു ചെറിയ ഫ്ലാറ്റിലായിരുന്നു താമസമെങ്കിലും പിന്നീട് ചെന്നൈയിലെ മകൻ്റെ വീട്ടിലേക്ക് താമസം മാറി. നാളെ ജനുവരി 2, 2006 ഇതേ ദിവസം ആ അതുല്യ പ്രതിഭ നമ്മേൽ വിട്ടുപിരിഞ്ഞു. പക്ഷേ ആ കാൽപ്പാടുകൾ ഇനിയും ഇവിടെ അവശേഷിക്കും. വാർത്തകളുടെ ഓട്ടപ്രദർശനത്തിലേക്ക്. ചെങ്കടലിൽ ഇറാനും യുദ്ധക്കപ്പലിറക്കി. സംഘർഷാവസ്ഥ മൂർച്ഛിച്ചു. ജപ്പാനിൽ ശക്തമായ ഭൂചലനം, സുനാമി മുന്നറിയിപ്പ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആഘോഷിക്കുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു. പുതുവത്സരവേളയിൽ ഗസായിലെ സഹോദരങ്ങളെ ഓർക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി. ലോകം 2024 മിഴി തുറന്നു. 4 ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യത. കലാമാമാങ്കത്തിന് മറ്റന്നാൾ തുടക്കം. ഇനി നമ്മൾ പോകുന്നത് അയൽപ്പക്ക വാർത്തകളിലേക്കാണ്. സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ അലിൻ്റെ ഭാവിയിൽ ഒരു റിയൽ എസ്റ്റേറ്റ് സംരംഭമാകുമെന്ന് NK പ്രേമചന്ദ്രൻ MP. സമൂഹത്തിൽ നന്മ നിറയ്ക്കുന്നത് കലാകാരന്മാർ. PC വിശ്വനാഥ് MLA. കലോത്സവ വിളംബര ജാഥ നടത്തി ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം. സ്വർണ്ണക്കപ്പ് ബുധനാഴ്ച കുണ്ടറയിൽ എത്തും. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്ത് പേരയം ഗ്രാമപഞ്ചായത്ത്. ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങൾ നടത്തി സംഘടനകൾ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫർ ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ. ഓരോ പർച്ചേസിനോടുമൊപ്പം ക്രിസ്മസ് കേക്കും വിലയേറിയ നിരവധി സമ്മാനങ്ങളും. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ മറ്റെങ്ങും ലഭിക്കാത്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ചിന്നൂസ് ബിഗ് വാല്യൂ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ 400 രൂപ അധികം നേടാം. വിവാഹ പാർട്ടികൾക്ക് 2% പണിക്കൂലിയിൽ ആരംഭിക്കുന്ന പരിണയ ബ്രൈഡൽ കളക്ഷനുകൾ. കൂടാതെ ഫെസ്റ്റിവൽ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ അലിൻ്റെ ഭാവിയിൽ റിയൽ എസ്റ്റേറ്റ് സംരംഭമായി പരിവർത്തനം ചെയ്യപ്പെടുമെന്ന് NK പ്രേമചന്ദ്രൻ MP. BIFRന്റെ നിർദ്ദേശപ്രകാരം സർക്കാരും കമ്പനിയുമായി നടത്തിയ പുനരുദ്ധാരണ പാക്കേജ് നടത്തുന്ന കാര്യത്തിൽ സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ ഭാവിയിൽ അലിൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റ് സംരംഭമായി മാറുമെന്നും അത് കൊടിയ തൊഴിലാളി ദ്രോഹമാകുമെന്നും NK പ്രേമചന്ദ്രൻ MP. കുണ്ട്ര അലൂമിനിയം ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ UTUC ഫാക്ടറി പടിക്കൽ നടത്തിയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അലിൻ്റെ മാനേജ്മെൻറ്റ് BIFR നൽകിയ നിർദ്ദേശമനുസരിച്ച് കമ്പനി മാനേജ്മെൻറ്റ് വ്യവസായ വകുപ്പുമായി ഉണ്ടാക്കിയ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പാലിച്ച് അലിൻ്റെ പുനരുദ്ധാരണ പാക്കേജ് നടപ്പിലാക്കുക, അലൂമിനിയം കണക്ടർ പ്ലാന്റ് പുനരാരംഭിക്കുക, ആശ്രിത നിയമനം നടപ്പിലാക്കുക, യൂണിഫോം അലവൻസ്, വാഷിംഗ് അലവൻസ് എന്നിവ തൊഴിലാളികൾക്ക് നൽകുക, മാന്നാർ അലിൻഡിലെ തൊഴിലാളികൾക്ക് നൽകുന്ന അതേ വേതനം മദർ യൂണിറ്റായ കുണ്ട്ര പ്ലാന്റിലെ തൊഴിലാളികൾക്കും നൽകുക, കമ്പനി പ്രവർത്തനം മെച്ചപ്പെടുത്തി പുതിയ പ്ലാന്റുകൾ സ്ഥാപിച്ച് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു യോഗം. യൂണിയൻ സെക്രട്ടറി ഐസക് അധ്യക്ഷത വഹിച്ചു. മുളവന വിനോദ്, C. മഹേശ്വരൻ പിള്ള, തോമസ് കുട്ടി, പഞ്ചായത്ത് അംഗം ഷാർലറ്റ് എന്നിവർ സംസാരിച്ചു.
പ്രമുഖരായ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വന്ന യൂണിയനാണ് കുണ്ട്ര അലൂമിനിയം ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ UTUC. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വ്യവസായ സ്ഥാപനം കേരളത്തിന്റെയും കൊല്ലം ജില്ലയുടെയും വ്യാവസായിക പ്രതാപത്തിന്റെ പ്രതീകമായി തലയെടുപ്പോടുകൂടി നിന്ന വ്യവസായ സ്ഥാപനമാണ് കുണ്ട്ര അലിൻഡ് എന്ന അലൂമിനിയം ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഈ മഹത്തായ വ്യവസായ സ്ഥാപനം. എന്നാൽ തുടർന്നിങ്ങോട്ടുള്ള വിവിധ ഘട്ടങ്ങളിലെ മിസ്മാനേജ്മെന്റിന്റെ ഭാഗമായി കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമാകാത്തതിന്റെ ഭാഗമായി ഗുരുതരമായ പ്രതിസന്ധിയെ വ്യവസായം നേരിട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് 1990കളുടെ പകുതിയോടുകൂടി കുണ്ട്ര അലിൻഡ് എന്ന് പറയുന്ന സ്വകാര്യ വ്യവസായ സ്ഥാപനം, കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വ്യവസായ സ്ഥാപനം ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന് ലിക്വിഡേഷനിലേക്ക് പോവുകയും BIFRന്റെ പരിഗണനയിലേക്ക് പോവുകയും ചെയ്തതിന് ശേഷം ദീർഘമായ കാലയളവ് കമ്പനിയുടെ പ്രവർത്തനം മുടങ്ങിക്കിടന്നു. കമ്പനിയുടെ പ്രവർത്തനം ഗുരുതരമായ പ്രതിസന്ധിയെ നേരിട്ടു. ആ പ്രതിസന്ധിയെ നേരിട്ട ഘട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സാമ്പത്തികമായി തകരുന്ന, വ്യാവസായികമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വ്യാവസായിക സംരംഭങ്ങളും ഒക്കെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ള BIFR ബോർഡിന് മുമ്പാകെ ആ കാലയളവിൽ കേസ് നടത്തുന്ന കാര്യത്തിലൊക്കെ ഈ വ്യവസായ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് BIFR കോടതി മുമ്പാകെ കേസ് നടത്തുകയും ഏറ്റവും ഒടുവിൽ ഒരു റിവൈവൽ പാക്കേജ് അംഗീകരിച്ച് ഉത്തരവ് വാങ്ങുവാനും കഴിഞ്ഞത് എന്നുള്ളത് അഭിമാനബോധത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. അതല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ BIFRലേക്ക് റഫർ ചെയ്യപ്പെട്ടിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അപൂർവം മാത്രമാണ്. വളരെ ചുരുങ്ങിയ വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമാണ് BIFRലേക്ക് റഫർ ചെയ്യപ്പെട്ടതിന് ശേഷം പുനരുദ്ധാരണം നടത്തി തിരിച്ചു വന്നിട്ടുള്ളത്. അപൂർവം അല്ലെങ്കിൽ അത്യപൂർവം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമാണ് BIFR റഫർ ചെയ്യപ്പെട്ടതിന് ശേഷം പുനരുദ്ധാരണം ലഭിച്ച് തിരിച്ചു വന്നിട്ടുള്ളത്. റെസ്റ്റോറന്റ്, കൊട്ടിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചിയിൽ ഈവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9809512541 9446107567 9567288311 8943326520. സമൂഹത്തിൽ നന്മ നിറയ്ക്കുന്ന കലാകാരന്മാരാണെന്ന് PC വിഷ്ണുനാഥ് MLA. സമൂഹത്തിൽ നന്മ നിറയ്ക്കുന്നത് കലാകാരന്മാരാണെന്ന് PC വിഷ്ണുനാഥ് MLA. പെരുമ്പുഴ സ്വരശ്രീ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ വാർഷികവും പുരസ്കാര ധനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്വരശ്രീ ഡയറക്ടർ CK സുന്ദർദാസ് അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ ഡയറക്ടർ ഡോക്ടർ പുനലൂർ സോമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഷാജി കുണ്ട്ര, അനുശ്രീ, വാടകം CM സൈഫുദ്ദീൻ, കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, കസ്തൂരി ഭായ്, P സുശീല എന്നിവർ സംസാരിച്ചു. മികച്ച കർഷകനായ വർഗീസ്, കർണാടക സംഗീതജ്ഞൻ ബാബു പ്ലാങ്ങാപ്പിടി, ഡാൻസർ സഹദേവൻ, നാടക നടൻ സാബു, സംഗീത സംവിധായകൻ രാജീവ് കൊട്ടാരക്കര, കോമഡി ആർട്ടിസ്റ്റ് ശ്യാം മങ്ങാട്, നാടക സീരിയൽ നടൻ AK ആനന്ദ്, സാമൂഹ്യ പ്രവർത്തകൻ PMA റഹ്മാൻ, സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ഷാജി കുണ്ട്ര, ചലച്ചിത്ര താരം വിജേഷ് വിജയൻ, ഗായിക ശാരിക, പാട്ടുകാരൻ ഷൈജു എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. വാക്കുകളൊന്നും തന്നെ മതിയാവും. അത്രയും വലിയ ഒരു മഹാദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തത്. ഞാൻ
ആദ്യത്തെ തവണ MLA ആയ 2006 മുതൽ പത്തനാപുരത്തെ ഗാന്ധി ഭവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. എത്രയോ തവണ എനിക്കവിടെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ കുണ്ടറയിലും നെടുമ്പനയിൽ ഗാന്ധി ഭവൻ പ്രവർത്തിക്കുന്നു. അപ്പോൾ പത്തനാപുരത്ത് വരെ പോകണ്ട, ഗാന്ധി ഭവൻ്റെ എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിൽ പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നെടുമ്പനയിലേക്ക് പോയാലും മതിയാകും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ലഭിക്കുന്ന അംഗീകാരങ്ങളൊന്നും തന്നെ അതിനൊന്നും മതിയാവുകയില്ല. അത്രയും സമർപ്പിതമായ ഒരു ജീവിതം സമൂഹത്തിന് വേണ്ടി അദ്ദേഹം നയിക്കുകയാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ആദരിക്കുക. നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി സോമബിംബകാന്തിന്നു ശീതളാംഗമേകി പാർവതി പരിണയയാമമായി ആതിരേ ദേവാംഗനെ കുളിരഴകിൽ ഓരോ ജനമെഴുതാനണയൂ. നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി ശ്യാമരാജിയിൽ രാവിന്റെ സൗരഭങ്ങളിൽ രാഗപൂരമാർന്നു വീഴും ആരവങ്ങളിൽ ശ്യാമരാജിയിൽ രാവിന്റെ സൗരഭങ്ങളിൽ രാഗപൂരമാർന്നു വീഴും ആരവങ്ങളിൽ പനിമതിമുഖി ബാലേ ഉണരൂ നീ ഉണരൂ. അരികിൽ നിറമണിയും പടവുകളിൽ കതിരൊലി തഴുകും നിലയിൽ ചുരമൊഴുകി ധനുമാസം ഋതുമതിയായി. നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി സോമബിംബകാന്തിന്നു ശീതളാംഗമേകി പാർവതി പരിണയയാമമായി ആതിരേ ദേവാംഗനെ കുളിരഴകിൽ ഓരോ ജനമെഴുതാനണയൂ. നീലരാവിലിന്നു നിന്റെ താരഹാരം ഇളകി. ഞാൻ ദൈവത്തെ വിളിച്ച് പാടിയതാണ്. ഇടയ്ക്ക് വെല്ലുവിളി. ഹെഡ് മാസ്റ്റേഴ്സ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ കുണ്ടറ ഉപജില്ലയിൽ കലോത്സവ വിളംബര ജാഥ നടത്തി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി കുണ്ടറ ഉപജില്ല HM ഫോറത്തിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തി. PC വിഷ്ണുനാഥ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. കുണ്ടറ AO റസിയ ബീവി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം CM സൈഫുദ്ദീൻ, HM ഫോറം പ്രസിഡന്റ് V അജയ്കുമാർ, പ്രിൻസിപ്പൽ B അനിൽകുമാർ, PK ശൈലജ, അൻസറുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ മൈതാനിൽ നിന്ന് ആരംഭിച്ച ജാഥ മുക്കട ചുറ്റി മൈതാനിൽ സമാപിച്ചു. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള SPC, NCC, NSS വോളണ്ടിയേഴ്സ്, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലത്തിന്റെ മണ്ണിനെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് 24 വേദികളിലായി 10,000-ൽ പരം കലാപ്രതിഭകൾ അവരുടെ കലാവൈഭവം മാറ്റുരയ്ക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിൽ 24 ജനുവരി 4 മുതൽ ജനുവരി 8 വരെ 5 ദിനരാത്രങ്ങൾ കൊല്ലത്തിന്റെ മണ്ണിനെ പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് 24 വേദികളിലായി 10,000-ൽ പരം കലാപ്രതിഭകൾ അവരുടെ ഇവിടെ നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവിടെ ഈ വിളംബര യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. 3-ാം തീയതി ഈ കലോത്സവത്തിൻ്റെ ട്രോഫി വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്ര, ഘോഷയാത്ര ഇതുവഴി തന്നെ കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്തേക്ക് കടന്നു വരുന്നുണ്ട്. കലോത്സവത്തിനും നിങ്ങളുടെ എല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ അതിനും നിങ്ങളുടെ എല്ലാം പങ്കാളിത്തം, പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്
കാലാവസ്ഥ പ്രതികൂലമാണ്. 4 മണിക്ക് ശേഷം കുട്ടികളെ അങ്ങനെ ഒരുപാട് സമയം നിർത്താൻ പാടില്ല. കുട്ടികളെക്കാൾ കൂടുതൽ അധ്യാപകരെ നിർത്താൻ പാടില്ല. എല്ലാവരും എനിക്കെതിരാവും. അതുകൊണ്ട് ഇത് ലാഗു ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒന്ന് പൊക്കിത്താത്താ മതി, ഒന്ന് പൊക്കിത്താത്താ മതി. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് കൊല്ലത്ത് തുടക്കമായി. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കപ്പ് കുണ്ടറയിൽ എത്തിച്ചേരുമ്പോൾ കുണ്ടറയിലെ ജനനായകൻ ശ്രീ PC വിഷ്ണുനാഥ് അവർ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങുന്നു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2024 ജനുവരി 4 മുതൽ ജനുവരി 8 വരെ 5 ദിനരാത്രങ്ങൾ കൊല്ലത്തിന്റെ മണ്ണിനെ പുളകച്ചാർ തനയിച്ചുകൊണ്ട് 24 വേദികളിലായി 10,000-ൽ പരം കലാപ്രതിഭകൾ അവരുടെ കലാവൈഭവം മാറ്റുരയ്ക്കുന്നു. 24 വേദികളിലായി 10,000-ൽ പരം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന കലാമാമാങ്കത്തിന് ജനുവരി 4-ാം തീയതി തുടക്കം കുറിക്കുന്നു. ദേശീയ കലാമാമാങ്കം ഇനി കൊല്ലത്തിന് സ്വന്തം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 2024 ജനുവരി 4 മുതൽ 8 വരെ 5 ദിനരാത്രങ്ങൾ കൊല്ലത്തിന്റെ മണ്ണിൽ. നമസ്കാരം. നാട്ടുവട്ടം വാർത്തകൾ 3ാം വർഷത്തിലേക്ക് കടക്കുന്നു എന്ന സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ്. കുണ്ടറയെ സംബന്ധിച്ചിടത്തോളം നാട്ടുവട്ടം വാർത്തകൾ കുണ്ടറയുടെ വികസന പ്രശ്നങ്ങൾ, കുണ്ടറയിൽ നടക്കുന്ന ദൈനംദിന സാമൂഹിക പ്രശ്നങ്ങൾ,
ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട വികസന ആവശ്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് നാട്ടുവട്ടം വാർത്തകളെ ഞങ്ങളൊക്കെ ആശ്രയിക്കാറുണ്ട്. അതിനകത്ത് പ്രിയങ്കരനായ ശ്രീ തുളസി അവർകൾ, അദ്ദേഹത്തിൻ്റെ വാർത്തയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും പുലർത്തുന്ന 100% സത്യസന്ധത, ഒരു രൂപത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ മാതൃക, ഇതൊക്കെ തന്നെ നാട്ടുവട്ടം വാർത്തകളെ വ്യത്യസ്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ വാർത്തകൾക്ക് മുൻപ് ഇൻഫോർമേറ്റീവായിട്ടുള്ള ഓരോ ദിവസത്തെയും ആ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുമൊക്കെ ചേർത്താണ് ഈ നാട്ടുവട്ടം ഓരോ ദിവസവും നമ്മുടെ മുന്നിലെത്തുന്നത്. നാട്ടുവട്ടം വാർത്തകൾ കൂടുതൽ സമഗ്രമായി, കൂടുതൽ ജനകീയമായി മാറട്ടെ. അതിന് എല്ലാ ആശംസകളും നേരുന്നു. കുഴിക്ക് കൊടുത്താലും വളർത്താൻ കൊടുക്കുകയില്ല. തനിയെ നശിച്ചാലും ആവശ്യപ്പെടുന്നവന് കൊടുക്കാതിരിക്കുക. മരിച്ചുപോയാലും കുഞ്ഞുങ്ങളെ അന്യന് വളർത്താൻ കൊടുക്കുകയില്ല. ധാരാളം പുസ്തകങ്ങൾ പാറ്റയും ചിതലും നിന്ന് നശിപ്പിച്ചു കൊണ്ടിരുന്നിട്ടും അതിലൊരെണ്ണം പോലും അത്യാവശ്യത്തിന് ചെന്ന അദ്ദേഹം വെളിയിൽ കാണിക്കുകയില്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിഞ്ഞൂടാ. നമ്മളൊക്കെ പണ്ട് ഉള്ള ആൾക്കാർ പറയുമായിരുന്നു, പുതിയ തലമുറയ്ക്ക് ഈ വാക്ക് പോലും ഈ പ്രയോഗം പോലും മനസ്സിലാകുന്നതല്ല. നാട്ടുവെളിച്ചം വീണു എന്നൊക്കെ പണ്ട് ഉള്ളവർ പറയുമായിരുന്നു. എന്താണ് നാട്ടുവെളിച്ചം? എങ്ങനെയാണ് അതുണ്ടാകുന്നത്? ശാസ്ത്രത്തിന് അതിന് ചില വിശദീകരണങ്ങളുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. നിലാവ് തുലാത്തുക എത്ര മനോഹരമായ അനുഭവമാണ്. കവികളുടെയും കലാകാരന്മാരുടെയും ഭാവനകളിൽ വലിയ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ ഒരു മനോഹാരിതയാണ് നിലാവ്. ഇതിനേക്കാൾ മനോഹരമാണ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യൻ അസ്തമിച്ച ശേഷവും പരക്കുന്ന നാട്ടുവെളിച്ചം. എന്തുകൊണ്ടാണ് നാട്ടുവെളിച്ചം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? സൂര്യൻ അസ്തമിച്ച് കുറെ നേരത്തേക്ക് കൂടി ചക്രവാളത്തിൽ പ്രകാശം തങ്ങി നിൽക്കുന്നത് കാണാം. അതുപോലെ ഉദിക്കുന്നതിന് കുറെ മുമ്പും പ്രകാശം കാണാം. ഇതാണ് നാട്ടുവെളിച്ചം എന്ന് പറയുന്നത്. ചക്രവാളത്തിന്റെ താഴത്തെത്തിയ സൂര്യന്റെ രശ്മികൾ അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടുകളിൽ തട്ടിച്ചിതറുന്നതിന്റെ ഫലമായാണ് നാട്ടുവെളിച്ചം ഉണ്ടാകുന്നത്. സൂര്യന്റെ ചക്രവാളത്തിൽ 18 ഡിഗ്രി താഴുന്നതുവരെ ഇപ്രകാരം പ്രകാശം ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. സൂര്യൻ ഇത്രയും ദൂരം താഴുന്നതിനെടുക്കുന്ന സമയമാകട്ടെ ഏത് രേഖാംശത്തിലാണ് എന്നതിനെയും ആശ്രയിച്ചിരിക്കും. നാട്ടുവെളിച്ചത്തിന്റെ ദൈർഘ്യം അസ്തമിക്കുമ്പോഴും ഉദിക്കുമ്പോഴും സൂര്യന്റെ പഥം ചക്രവാളത്തിൽ നിന്ന് എത്രമാത്രം ചെരിഞ്ഞിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഭൂമധ്യരേഖയിൽ സൂര്യൻ ചക്രവാളത്തിന് ലംബമായാണ് അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യുന്നത്. തന്മൂലം അവിടെ സൂര്യൻ ചക്രവാളത്തിൽ നിന്ന് 18 ഡിഗ്രി താഴെ എത്താനും 18 ഡിഗ്രി താഴെ നിന്ന് ഉദിച്ചു പൊങ്ങാനും ഏറ്റവും കുറഞ്ഞ സമയം മതിയാകും. ധ്രുവങ്ങളിലാകട്ടെ സൂര്യൻ ചക്രവാളത്തിന് സമാന്തരമായാണ് സഞ്ചരിക്കുന്നത്. ഇവിടങ്ങളിൽ 6 മാസം ചക്രവാളത്തിന് മീതെയും 6 മാസം താഴെയുമാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. തന്മൂലം ധ്രുവപ്രദേശങ്ങളിൽ ഉദിക്കുന്നതിന് മുമ്പ് 1.5 മാസവും അസ്തമിച്ചു കഴിഞ്ഞ് 1.5 മാസവും നാട്ടുവെളിച്ചം കാണാം. കേരളം ഭൂമധ്യരേഖയ്ക്ക് അടുത്താണല്ലോ. അതുകൊണ്ട് ഇവിടെ നാട്ടുവെളിച്ചം 20 മിനിറ്റോളം മാത്രമേ നീണ്ടു നിൽക്കുകയുള്ളൂ. സൂര്യന്റെ പദത്തിനു പുറമെ കാലവ്യത്യാസമനുസരിച്ചും നാട്ടുവെളിച്ചത്തിന്റെ ദൈർഘ്യത്തിൽ മാറ്റം വരാം. പക്ഷേ ഈ വ്യത്യാസം ഭൂമധ്യരേഖയുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ അത്ര പ്രകടമാവാറില്ല. കേരളത്തിൽ വേനലിലും ശൈത്യകാലത്തും നാട്ടുവെളിച്ചത്തിന്റെ ദൈർഘ്യത്തിൽ ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസമേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ നോർവേയിലും മറ്റും വേനൽക്കാലത്ത് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന നാട്ടുവെളിച്ചം ലഭിക്കുന്നു. ശൈത്യകാലത്താകട്ടെ നാട്ടുവെളിച്ചത്തിന്റെ ദൈർഘ്യം ഏതാണ്ട് 2.5 മണിക്കൂറായി ചുരുങ്ങും. സൂര്യപഥത്തിന്റെ ചെരിവാണ് ഇതിന് കാരണം. മികച്ച വിജയികളെ കാത്തിരിക്കുന്ന സ്വർണ്ണക്കപ്പ് മറ്റന്നാൾ കുണ്ടറയിലെത്തും. കലോത്സവത്തിൽ വിജയികൾക്ക് മുത്തമിടാനുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര ബുധനാഴ്ച കുണ്ടറയിലെത്തും. ആശുപത്രിമുക്കിലും ഇളമ്പല്ലൂരിലും സ്വീകരണം നൽകും. പരിപാടിയുടെ മുന്നൊരുക്കം പരിശോധിക്കാനായി സംസ്ഥാന വിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് IAS ഇളമ്പല്ലൂരിലെത്തി. MLAയും സ്കൂൾ അധികൃതരും അധ്യാപക സംഘടനാ പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തി. പരിപാടിയുടെ വിജയത്തിനായി ചേർന്ന യോഗം PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു.
AU റസിയ ബി വി, പ്രിൻസിപ്പൽ ബി അനിൽകുമാർ, വാർഡംഗം CM സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഇന്ന് നമ്മുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തത് അനിൽ സാറിനോട് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 1-2 വർഷമായി ഈ ട്രോഫിയുടെ ഘോഷയാത്ര നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഈ വർഷം മുതൽ അത് പുനരാരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോടാണ് ഇപ്പോൾ ട്രോഫി ഉള്ളത്. അവിടെ നിന്ന് 2-ാം തീയതി ആരംഭിക്കുന്ന ഈ ട്രോഫിയുമായിട്ടുള്ള ഘോഷയാത്ര 3-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മണിയാകുമ്പോൾ നമ്മുടെ ജില്ലയിൽ ഏനാത്ത് പ്രവേശിക്കും. ഏനാത്ത് നിന്നാണ് നമ്മൾ നമ്മുടെ ജില്ലയിലേക്ക് സ്വീകരിച്ച് പിന്നെ കൊട്ടാരക്കര മുതൽ അതിന് മറ്റ് ഡീറ്റെയിൽസ് എല്ലാം AU വിശദീകരിക്കും. അപ്പോൾ അതിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ മുക്കടയിൽ ഒരു സ്വീകരണ പോയിന്റ് ഉണ്ട്, ഇളമ്പള്ളൂർ ഒരു സ്വീകരണ പോയിന്റ് ഉണ്ട്, കേരളപുരത്ത് ഒരു സ്വീകരണ പോയിന്റ് ഉണ്ട്, കരിക്കോട് ഒരു സ്വീകരണ പോയിന്റ്. ഈ 4 സ്വീകരണ പോയിന്റുകളാണ്. പിന്നെ ആശുപത്രി പോകും. ഇത്രയും 5 സ്വീകരണ പോയിന്റാണ് നമ്മുടെ നിയോജകമണ്ഡലത്തിലുള്ളത്. അപ്പോൾ അതിന് ഈ യഥാർത്ഥത്തിൽ ട്രോഫിയെ വരവേൽക്കുക എന്നതിനപ്പുറത്തേക്ക് അതൊരു ഈ യുവജനോത്സവത്തിൻ്റെ വരവ് അറിയിക്കുന്ന ഒരു യാത്ര കൂടിയാണ്. വളരെ കളർഫുൾ ആയിട്ട് തന്നെ നമുക്ക് അതിനെ സ്വീകരിക്കണം. നമ്മുടെ കുട്ടികളുണ്ടാകണം. ബാല്യമേളോ ചെണ്ടമേളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം. ഇത് ഈ സ്കൂളിൽ ബാൻഡുണ്ടല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് ആ പ്രയാസമില്ല. ഇവിടെ തന്നെ ബാൻഡുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാലും വർണ്ണാഭമായി പങ്കാളിത്തം കൊണ്ട് വല്ലാതെയും നമ്മളതിനെ വരവേൽക്കണം. പിന്നെ വൈകുന്നേരം 5:30 ചിന്നക്കടയിൽ പാലത്തിൻ്റെ താഴെ നമ്മൾ സ്വീകരിച്ച് പിന്നെ അവിടെ നിന്ന് നടന്ന് ആശ്രമ മൈതാനത്തേക്ക് സാംസ്കാരിക ഘോഷയാത്രയായി പോയി ആശ്രമ മൈതാനത്ത് ട്രോഫി അവിടെ വെച്ച് ഇതിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും ഇതിൻ്റെ ചെയർമാനായിട്ടുള്ള ധനകാര്യമന്ത്രിയും ഒക്കെ ചേർന്ന് അത് ഏറ്റുവാങ്ങുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പേരയം ഗ്രാമപഞ്ചായത്ത് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പേരയം പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതി PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര അധ്യക്ഷത വഹിച്ചു. ജനകീയാസൂത്രണം 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കാണ് ലാപ്ടോപ്പുകൾ നൽകിയത്. പേരയം പഞ്ചായത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ, ക്ഷേമസമിതി അധ്യക്ഷ N ഷേർലി, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ലത ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ ആലി ഷാജി, ബിനോയ് ജോർജ്, രജിത സജീവ്, സിൽവിയ സെബാസ്റ്റ്യൻ, വൈ ചെറുപുഷ്പം, സുരേഷ് B, സെക്രട്ടറി G ജ്യോതിഷ് കുമാർ, ഫിഷറീസ് ഓഫീസർ CL സുഭാഷ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളായ രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഗ്രാമസഭകൾ വഴി തിരഞ്ഞെടുത്ത ബിരുദതലം മുതൽ പ്രൊഫഷണൽ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് പദ്ധതി വഴി ആനുകൂല്യം ലഭിക്കുന്നത്. പരിഹരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ സമർത്ഥരായ കുട്ടികൾക്ക് അവരുടെ പഠനത്തിന് പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്ന ഒരു മനോഹരമായ ചടങ്ങാണ്. ഇന്ന് ഒരുപാട് പരിപാടികളുള്ള ദിവസമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായി നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് പേരയം ഗ്രാമപഞ്ചായത്ത് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി വിവിധ സംഘടനകൾ ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങൾ നടത്തി. ചെറുമൂട് ഗ്രന്ഥകാലി ലൈബ്രറിയിൽ ക്രിസ്മസ് സമാപനവും പുതുവത്സര വരവേൽപ്പ് നടത്തി. നേതൃസമിതി കൺവീനർ ശിവൻ വേളിക്കാട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് R രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു. ബുള്ളറ്റ് ഡയറി എന്ന സിനിമയിൽ കോട്ടയം പ്രദീപിന്റെ ശബ്ദം ഡബ്ബ് ചെയ്ത് സുപ്രസിദ്ധനായി തീർന്ന മിമിക്രി താരം കിരൺ മോഹനെ അനുമോദിച്ചു. B മോഹനചന്ദ്രൻ പിള്ള, T യേശുദാസൻ, T ഗംഗാധരൻ, G ഉണ്ണികൃഷ്ണപിള്ള, ഗിരിജ സുരേഷ്, Y ഷാജി, D രേണുക, മിനി റിജു, രമ മോഹൻ എന്നിവർ സംസാരിച്ചു. വനിതാവേദിയുടെയും ബാലവേദിയുടെയും നേതൃത്വത്തിൽ കലാപരിപാടികൾ നടന്നു. മുളവന JMYMA ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി. കുണ്ടറ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ V വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ലൈബ്രറി സെക്രട്ടറി മുളവന രാധാകൃഷ്ണൻ, G ഗീവർഗീസ്, M കുഞ്ഞികൃഷ്ണപിള്ള, ഡോക്ടർ SD അനുരാജ്, B മധുസൂദനൻ പിള്ള, Y സുരേഷ്, അഡ്വക്കേറ്റ് സോയ ജോൺസൺ, കൃപ അനിയൻ എന്നിവർ സംസാരിച്ചു. ചെറുമൂട് നവധാര ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി G വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് S ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി B ശ്രീകുമാർ, വൈസ് പ്രസിഡന്റ് C ശിവശങ്കരപിള്ള എന്നിവർ സംസാരിച്ചു.
പരിസ്ഥിതി യുവകവികൾക്കുള്ള അവാർഡ് ജേതാവ് രാഹുൽ ആർ ഉണ്ണിത്താനെയും വിവിധ കലാമത്സരങ്ങളിലെ പ്രതിഭകളായ നന്ദന അജയൻ, നിശാന്ത് അജയൻ എന്നിവരെ ആദരിച്ചു. നവധാര ബാലവേദി പ്രവർത്തകരുടെ കലാപരിപാടികൾ, ദൃശ്യകലാ സ്വരമഞ്ജരിയുടെ സംഗീത വിരുത്, കോമഡി വീഡിയോ പ്രദർശനം, ആകാശപൂരം എന്നിവയോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇടവട്ടം ഹരിതനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. പ്രൊഫസർ മാത്യു വർഗീസ് സന്ദേശം നൽകി. പ്രസിഡന്റ് ബി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി പി സുരേഷ് കുമാർ, കൺവീനർ ബി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കുടുംബസംഗമം, സമ്മേളനം, കരോൾ സദ്യ, വിജയശ്രീ പാട്ടുകൂട്ടത്തിന്റെ ഗാനമേള, ആകാശകാഴ്ച എന്നിവ നടന്നു. ആദ്യം നല്ല കാല്, പിന്നെ പെരുക്കാല്. ആദ്യം നല്ല സ്വഭാവം, പിന്നെ ചീത്ത സ്വഭാവം. പുതുമ നശിക്കുമ്പോഴുള്ള മാറ്റം. നാട്ടുവട്ടം വാർത്തകൾ ഇന്ന് സമാപിക്കുകയാണ്. പുതിയ കുറച്ച് വ്യത്യാസങ്ങൾ ഞങ്ങൾ ഇന്ന് വാർത്തയിൽ വരുത്തിയിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ വ്യത്യാസങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞങ്ങളുടെ 14 മിനിറ്റുള്ള ആര് എന്ന ഹ്രസ്വചിത്രം നിങ്ങൾ ഇതുവരെയും കണ്ടില്ലെങ്കിൽ സുഹൃത്തെ, ഇന്ന് തന്നെ നിങ്ങളത് കാണണം. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൂടി അത് കാണിക്കണം. മറ്റ് സുഹൃത്തുക്കൾ കൂടി അത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വാർത്തയോടൊപ്പം ചേർക്കുന്ന പുതിയ പങ്ക്തികൾ അത് ഞങ്ങൾ ആഴ്ചയിലൊരിക്കൽ 2 ദിവസം കൂടുമ്പോൾ എന്നൊക്കെ രീതിയിലാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ആ പങ്ക്തികളെക്കുറിച്ച് ഇന്ന് ഞങ്ങളൊരു പുതിയ പങ്ക്തി ആരംഭിച്ചിട്ടുണ്ട്. കാൽപ്പാടുകൾ. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിലവിലുള്ള ഞങ്ങളുടെ വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സംഭാവനകൾ ഒക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നാടിനോടൊപ്പം ഞങ്ങൾ ചേരുമ്പോൾ നാട്ടുകാർ ഞങ്ങളോടൊപ്പം ചേരണം എന്ന അഭ്യർത്ഥനയാണ് നമുക്കുള്ളത്. ചെറുതെങ്കിലും അണ്ണാറക്കണ്ണനും തന്നാലായത് നമുക്ക് ചെയ്യാം. നമുക്ക് ചെറിയ മാറ്റം അത് ഒരുപക്ഷെ നമ്മുടെ ഗ്രാമത്തിൻ്റെ, നമ്മുടെ പ്രദേശത്തിൻ്റെ വലിയ മാറ്റത്തിന് ഒരു തുടക്കമാകും. അതുകൊണ്ട് നമ്മൾ വെറുതെ ജനിച്ച് ഉണ്ട് മരിച്ചു പോകുന്നതിലും നല്ലത് ചെറിയ അടയാളങ്ങൾ ഇവിടെ ബാക്കി വെച്ച്, നന്മയുടെ ചില അടയാളങ്ങൾ ബാക്കി വെച്ച് പോകാം. നമുക്ക് പുതുവത്സരത്തിൽ ഒരു പുതിയ മാറ്റത്തിന് നമുക്ക് തയ്യാറാകാം. നമുക്ക് ഒന്നിച്ചു പോകാം. നാട്ടുവട്ടം വാർത്തകൾ നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മറ്റ് 2 ചാനലുകളായ ലൈല അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് 2 ചാനലുകളും നിങ്ങൾ കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10നും 11നും മധ്യേ നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.